ഉമേഷാണ്, കോഴിക്കോടുകാരനാണ്. അദ്ദേഹം ഇതിനോട് യോജിക്കുന്നോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ശ്രീ ഉമേഷേ, ഇത് മാറുന്നു എന്നാണ് അവർ പറയുന്നത്. അങ്ങ് യോജിക്കുമോ? നമസ്കാരം മനു സാറേ. നമസ്കാരം. പിന്നെ ഇതൊക്കെ ഇപ്പോ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു BJPയുടെ തന്ത്രം മാത്രമാണ്. ഇതൊക്കെ അന്യ സംസ്ഥാനങ്ങളിലെ കാര്യങ്ങളൊക്കെ പറയാന്ന് വെച്ചാൽ ഒരുപാട് പറയാനുണ്ട്. മിഷണറി വധവും അതുപോലെ തന്നെ കന്യാസ്ത്രീ വധം, അതുപോലെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് പറയാൻ. അത് മാത്രമല്ല, മറ്റുള്ളവരൊക്കെ ബീഹാറിലും അവിടെ ഇവിടെയൊക്കെ സഞ്ചരിച്ചപ്പോ അവിടെ ഭയങ്കര ഡെവലപ്പാണ് പറഞ്ഞത്. അവിടെയൊക്കെ ഭയങ്കര ഡെവലപ്പാണെങ്കിൽ എന്തിനാണ് നമ്മൾ ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മളെ കേരളത്തിലേക്ക് തൊഴിലാളികളൊക്കെ അത്രയും ഡെവലപ്പാണെങ്കിൽ ഡെവലപ്പ് എന്നത് വെറും അവിടെയുള്ള കെട്ടിടവും ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സന്ദർഭം ഉണ്ടാകുക എന്നല്ലേ ഡെവലപ്പിന്റെ മറ്റൊരു വശം. അതില്ലാലോ. പിന്നെ ഇതൊന്നും അല്ല. ഇതൊക്കെ പിന്നെ BJPയിൽ സുരേഷ് ഗോപി സാർ ജയിച്ച് അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപ്രഭാവം ഉണ്ടായിരുന്നു ആ സമയത്തല്ല, ഇപ്പോഴല്ല. അതേ സുരേഷ് ഗോപി സാർ ഇന്ന് വീണ്ടും മത്സരിച്ചു കഴിഞ്ഞാൽ ജയിക്കില്ല എന്നുള്ളൊരു പച്ച പരമാർത്ഥ. എന്താണെന്ന് മതിയായി, അദ്ദേഹത്തെ കൊണ്ട് മതിയാതാണ്. ഇതൊക്കെ എനിക്ക് പറയാനുള്ളത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടുകൊണ്ടുള്ള ഒരു കളിയാണെന്നാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, വ്യക്തമാണ്. അപ്പൊ രാജീവ് കൂടി എന്നോടൊപ്പം ചേർന്ന് കൊല്ലത്താണ്. ശ്രീ രാജീവ്, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഇത് ഇപ്പൊ സംസാരിച്ചപ്പോ സാറേ പുള്ളി കാന്തപുരത്തിന്റെ വാർത്ത എന്ന് വല്ലപ്പോഴും എടുത്തുനിന്ന് കേൾക്കാൻ പറഞ്ഞാൽ മതി. അപ്പൊ അതിനകത്തെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട് കാര്യങ്ങള്. അപ്പൊ ഇവര് ചുമ്മാതെ പറഞ്ഞിട്ടൊക്കെ സാറേ, ഈ കോൺഗ്രസ്സുകാരും ഈ ഇടതുപക്ഷക്കാരും ചുമ്മാതെ ഈ വോട്ടിന് വേണ്ടി ക്രിസ്ത്യാനിയെ കൊല്ലും. ഇവിടെ ഞാൻ ചോദിച്ചിട്ട്, ഞങ്ങള് ക്രിസ്ത്യാനികളെ ഇടയ്ക്ക് താമസിക്കുന്ന എനിക്ക് 56 വയസ്സുണ്ട്. ഇന്നേ വരെ ഞങ്ങൾ ആരെ ഇച്ചിപ്പോന്ന് പറഞ്ഞിട്ടില്ല, അവരും ഞങ്ങളെയും പറഞ്ഞിട്ടില്ല. ചുമ്മാതെ ഇത് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാക്കുമല്ലേ. പക്ഷേ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായില്ലേ? ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമ്മൾ ഛത്തീസ്ഗഡിലേക്ക് അതില്ലാത്ത എവിടെന്ന് പറയാം, കന്യാസ്ത്രീകളെ ജയിലിലടച്ചു. അപ്പൊ അതിനെതിരെ നമ്മുടെ ഇവിടുത്തെ തന്നെ BJPക്കാർ പോയി അവിടേക്ക്. ഇപ്പം തന്നെ ബംഗ്ലാദേശിൽ എന്താ സംഭവിച്ചത്? ഹിന്ദുക്കളെ അടിച്ചു. അന്ന് വിചാരിച്ചു നമ്മളവരെ പോയി അടിച്ചൊല്ലാക്കൂ. അത് ചില ഭാഗങ്ങൾ ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇവരിങ്ങനെ പറഞ്ഞു വെച്ചിട്ട് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും BJPക്ക് വോട്ട് ചെയ്താൽ ഇവര് പേടിച്ചു പോയി. അതാണ് ഇതിനകത്ത് വരുന്നത്. ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും അത് കുഴപ്പം തന്നെ. അവരാണ് ഈ വിഷയം ഉണ്ടാക്കുന്നത്. എനിക്ക് മുമ്പേ സംസാരിച്ച പുള്ളി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ കാന്തപുരത്തിന്റെ പത്രസമ്മേളനം ഒന്ന് കേൾക്കാൻ പറഞ്ഞാൽ വല്ലപ്പോഴും എടുത്ത്. താങ്കളുടെ അഭിപ്രായം. അപ്പൊ രാജേഷ് എന്നോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. രാജേഷ്, തിരുവനന്തപുരത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? രാജേഷ് ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നമുണ്ട്. NK ബാബു കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. NK ബാബു. അതെ. NK ബാബു എവിടെയാ? കോഴിക്കോട് എവിടെയാ സ്ഥലം? കോഴിക്കോട് കായണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കായണ്ണ. എന്ത് ചെയ്യുന്നു അവിടെ? ഇവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. സ്വകാര്യ സ്ഥാപനത്തിലാണ്. അതെ. ഓക്കെ. അപ്പൊ ഇന്ന് ഓഫീസ് ഇല്ലേ? ഇന്നില്ല, ഇന്ന് ലീവായിരുന്നു. ലീവ് എടുത്ത് വീട്ടിൽ വിശ്രമിക്കുകയാണ് അല്ലേ? വീട്ടിലല്ല, മറ്റൊരു സ്ഥലത്താണ് ഉള്ളത്. അതെയാ? ഓക്കെ. അപ്പോൾ ഏതായാലും ഒരു എന്തോ തിരക്ക് പിടിച്ച കാര്യത്തിനിടയിൽ നമ്മുടെ പൊതുവേദി കാണാനും അതിൽ അഭിപ്രായം പറയാനും എടുത്ത ആ ഒരു സമയം ഞാൻ അഭിനന്ദിക്കുകയാണ്. പക്ഷേ ഇന്ന് ബോസ്, ഓഫീസിലെ മേലുദ്യോഗസ്ഥൻ ഇത് കാണുമോ? ഇവിടെ സുഖമില്ലെന്ന് പറഞ്ഞ് അവധിയെടുത്തയാൾ ഇവിടെ ഇരുന്ന് പൊതുവേദി കണ്ട് അഭിപ്രായം പറയുന്നതൊക്കെ കേൾക്കുമോ? സുഖമില്ലാത്ത കേസല്ല, ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. നോക്കുമ്പോ ഇപ്പൊ ആ പരിപാടി കഴിഞ്ഞു. അതെയോ? ഓക്കെ. നാട്ടിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. അപ്പൊ നിയമാനുസൃതമുള്ള ലീവാണ്. സാധാരണ ഈ ലീവ് എടുക്കുമ്പോൾ ആളുകൾ സുഖമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോകും. പിന്നെ TV ചിലപ്പോൾ ബോസ് നോക്കുമ്പോൾ കുഴപ്പമില്ല. ഞാൻ തമാശയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ശ്രീ ബാബു, ഈ ഇപ്പോൾ മൈക്രോ മൈനോറിറ്റി പദവി നൽകാം, മാർപ്പാപ്പയുടെ വരവിൽ കൂടുതൽ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു, ഇതൊക്കെ അംഗീകരിക്കാം, പരിഗണിക്കാം എന്നൊരു ഇത് കിട്ടുമ്പോൾ ഒരു BJP ന്യൂനപക്ഷ ഐക്യം കൂടുതൽ ശക്തിപ്പെടുന്നുവെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും തോന്നുന്നുണ്ട്. പക്ഷെ നമ്മളെ നാട് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. അത് ഇടതായാലും വലതായാലും മധ്യത്തിലുള്ളതായാലും ഒക്കെ തന്നെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങളൊക്കെ കാണുന്നതും സമീപിക്കുന്നതും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. എല്ലാവരും ഓരോ ജാതിക്കും മതത്തിനും മേധാവിത്വമുള്ള മണ്ഡലങ്ങളിൽ അതാത് മതത്തിലോ ജാതിയിലോ പെട്ട ആളുകളെ സ്ഥാനാർത്ഥിയാക്കുക, അതുപോലെ തന്നെ അത്തരത്തിലുള്ള ആളുകളെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുക. ഇത് നേരത്തെയൊക്കെ പുരോഗമനവാദികൾ അല്ലെങ്കിൽ വിപ്ലവകാരികൾ എന്നൊക്കെ പറയുന്ന ആളുകളൊന്നും ചെയ്യാറില്ലായിരുന്നു. പക്ഷെ ഇപ്പോ
എല്ലാ വിപ്ലവകാരിയും പുരോഗമനവാദിയും എല്ലാം അതിന് പോവുകയാണോ? എല്ലാവരും അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എല്ലാവരും ചെയ്യുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ അവരിലേക്ക് മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ വരാതിരിക്കാവുന്ന രീതിയിലുള്ള എല്ലാ പ്രചരണവും ഇടതുപക്ഷവും വലതുപക്ഷവും നടത്തുന്നുണ്ട്. അപ്പോൾ അവരെ ഭയപ്പെടുത്തി നിർത്തുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് മറികടക്കാൻ നല്ലൊരു കാര്യം BJP അഥവാ മതേതരത്വം കുറവുള്ള പാർട്ടിയാണെങ്കിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും വ്യാപകമായി BJPയിലോട്ട് അങ്ങ് ചേർന്നാലും ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ തീരും. പിന്നെ ഇവർ പറയുന്ന ആ കൺഫ്യൂഷനൊക്കെ ഇല്ലാതാവും. വ്യാപകമായി ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും BJPയിൽ ചേരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ആശങ്കയൊന്നും ഇല്ലാതാവും. അപ്പോ സാധാരണ നിലവിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ പോലെ ഒന്നായി തീരും എന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ കുറെ ന്യൂനപക്ഷ വോട്ടുകൾ എന്തായാലും BJPക്ക് കിട്ടാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പൊ നമ്മുടെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ വള്ളുരുത്തിയിൽ നിന്ന് പീതാംബരൻ കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ഈ നിലപാടിനെ ശ്രീ പീതാംബരൻ അംഗീകരിക്കുമോ? അത് ഒരു കാലത്തും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണത്. കാരണം കേൾക്കാം, പറയൂ. അതെ, ഒരു കാലത്തും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമല്ലേ ഈ പറയുന്നത്. മണ്ണെണ്ണയും വെളിച്ചെണ്ണയും തമ്മിൽ ചേർന്നാൽ എന്തിനു കൊള്ളാം? മണ്ണെണ്ണയും വെളിച്ചെണ്ണയും ഒന്നിച്ച് ചേർന്നാൽ എന്തിനു കൊള്ളാം എന്ന് കൂടി ഒന്ന് നമ്മൾ പഠിക്കണം. കാരണം ഇവിടെ ഈ വർഗീയ ധ്രുവീകരണം നടത്തുന്നത് ഈ RSS എന്ന് പറഞ്ഞ സാധനം അവര് ഒരു വേഷം മാത്രമേ കാണുന്നുള്ളൂ. മറ്റൊരു പേജ് അവർ കാണുന്നില്ല. അവർക്ക് ഇപ്പൊ അധികാരം ഈ കേരളത്തിലേക്കൊന്ന് വരണമെന്നുള്ളതാണ്. കേരളത്തിലെ ജനങ്ങൾ ബോധവാന്മാരാണ്. യാതൊരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയില്ല. അത് അംഗീകരിക്കില്ല. ജനങ്ങൾ തള്ളിക്കളയും. പിന്നെ മന്ത്രിമാർക്ക് വരാൻ പോവാം. അതല്ലേ അതിന്റെ ശരി. എവിടെ വന്നാലും നമ്മൾ സ്വീകരിക്കും. ന്യൂനപക്ഷ മന്ത്രിയാണ് വന്നിരിക്കുന്നത്. ആയിക്കോട്ടെ, ആര് വന്നാലും ന്യൂനപക്ഷ മന്ത്രിയാണെങ്കിലും അത് കയറിയിരിക്കുന്ന സ്ഥലം എവിടെയാണ് ജനാധിപത്യമാണോ? എന്തെല്ലാം നമ്മൾ കണ്ടുകൂടാ. ബാബരി മസ്ജിദ് പൊളിച്ചു, കന്യാസ്ത്രീകളെ ആക്രമിച്ചു, ജയതിരിഞ്ഞ് താഴെക്കരയിലെ ആളുകളെ വരെ ആക്രമിച്ചിരുന്ന ഒരു കാലഘട്ടം നമ്മളൊന്ന് ആലോചിക്കണം. ക്രൈസ്തവ വോട്ടുകൾ കണ്ട് അങ്ങനെ സ്വപ്നം കാണേണ്ട BJP എന്നാണ് ശ്രീ പീതാംബരൻ പറയുന്നത്. അതല്ലെങ്കിൽ അവരുടെ ചിഹ്നം മാറ്റണം. താമര മാറ്റി കാള ചിഹ്നമാക്കണം. എന്താ ചെരുപ്പത്ത് ചെയ്യും? കാളയാക്കണം. ശരി, ഓക്കെ. അപ്പോൾ പ്രദീപ് എന്നോടൊപ്പം ഇടുക്കിയിൽ നിന്ന് ചേരുന്നുണ്ട്. പ്രദീപ് പക്ഷേ ഇത് പീതാംബരൻ ചേട്ടനോട് സമ്മതിക്കില്ല. ശ്രീ പ്രദീപ്, താമര ചിഹ്നം മാറ്റേണ്ടി വരും, കാളച്ചിഹ്നം ആക്കിയാൽ മാത്രമേ ജനങ്ങൾ. പീതാംബരൻ ആള് പറഞ്ഞ കറക്റ്റാണ്. മണ്ണെണ്ണ പീതാംബരനും പിന്നെ കോൺഗ്രസ്മാനായിരിക്കും വിളിച്ചെണ്ണ. അതൊന്നും ചെയ്യില്ല. എന്റെ പൊന്നുമനു, ഇവിടെ 5-8 ക്രിസ്ത്യൻസ് BJP ചേർന്ന പിന്നെ ഞാൻ ചേർന്നത്. അതിന് ഞാൻ കോൺഗ്രസ്കാരനായിരുന്നു. അത് ശരി. അതെന്താ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോകാൻ എന്താ കാരണം? ഇവിടെ കൊണ്ട് ഒരു ഗുണമില്ല, ഒരു പ്രയോജനം ഇല്ല. ചുമ്മാ പറ്റിപ്പിരി തന്നെ ഈ വെള്ളം കട്ടുവിട്ട് പേരായതിലേക്ക് നടക്കാൻ വേണ്ടിട്ട് ഒരു ഗുണമില്ല. ചുമ്മാ ഒരു പ്രയോജനം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.